ഓക്കെ, ഇനി നമുക്ക് വേറെ കോൾസ് ഒന്നും വരില്ല കേട്ടോ. ഞാൻ ഫോൺ എയർപ്ലെയിൻ മോഡിൽ ഇട്ടിട്ട് വൈഫൈ. ഓക്കെ, ഇനി നമുക്ക് വേറെ കോളൊന്നും വരില്ല കേട്ടോ. ഞാൻ ഫോൺ എയർപ്ലെയിൻ മോഡിൽ ഇട്ടിട്ട് വൈഫൈ എനേബിൾ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ കോൾ വന്നുകൊണ്ടിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സെബീന എന്താ പറ്റിയേ? ഓക്കെ, ഞാൻ വരുമ്പോഴേക്കും തിരിച്ച് കയറാന്ന് കരുതിയിട്ട് പോയതായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലാസ്റ്റ് 2 weeks ആയിട്ട് നിങ്ങൾക്ക് വലിയ പ്രഷറോ കാര്യങ്ങളോ ഒന്നും തന്നെ തരാതെ, അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് പകരം ഓൾമോസ്റ്റ് ഒരു ചെറിയൊരു നമ്മുടെ സിസ്റ്റം ഒക്കെ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുള്ള റീസൺ എന്താ വെച്ചാൽ, അന്യസ്വയിലുള്ള ആൾക്കാർക്ക് ഓൾറെഡി അറിയാം, ഒരു ട്രാക്ക് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും മുന്നത്തേത്. പക്ഷെ ന്യൂ കമേഴ്സ് നമുക്ക് കുറേ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ന്യൂ കമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല എന്താണ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്നുള്ളത്. അപ്പൊ നമ്മൾ ഓരോന്ന് പറഞ്ഞു വരുമ്പോൾ ഫസ്റ്റ് ടൈം ഗ്രാറ്റിറ്റ്യൂഡ്, അതുപോലെ ജേർണൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഫൊഗീവ്നെസ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് എന്തുണ്ടാവും, ഒരു പേടി ഉണ്ടാവും. ഇതൊക്കെ എങ്ങനെയാണ് പഠിച്ചത്, ഇതൊക്കെ പാടെ ഞാൻ ഒരു ദിവസം കൊണ്ട് ചെയ്യേണ്ടി വരുമോ, ഇത് ഞാൻ ചെയ്തു എന്ന് വെച്ചിട്ട് ഇപ്പൊ എങ്ങനെ ആയിരിക്കും അല്ലേ. അവർക്ക് എന്താ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലായിരുന്നു. നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരുന്നു അന്വേഷിച്ചക്കാർക്ക് ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോ ഇന്നർ ബ്ലൂമിന്റെ സെഷൻ വന്നപ്പോൾ നമ്മൾ എല്ലാം പാടെ ഒരുമിച്ചിട്ടുള്ള ഒരു മെന്ററിങ് സിസ്റ്റമാണ് കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കത് അതായിട്ട് അഡാപ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു ടൈം ഉണ്ടായിരിക്കും. അപ്പൊ ആ ടൈമിന്റെ ഒരു സാച്ചുറേഷൻ, നമ്മുടെ ഐസ് ബ്രേക്കിംഗ് പീരീഡ് എന്ന് പറയുന്ന പോലെ ആ ഒരു ടൈം നമ്മൾ അവർക്ക് കൊടുത്തതായിരുന്നു. അപ്പൊ ഇനി അങ്ങോട്ടേക്ക്, അതായത് ഈ വീക്ക് ഓൺവേർഡ്സ് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ഓൺ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മതി അല്ലെ. നമ്മൾ അത്യാവശ്യം ഇങ്ങനെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ കൊടുത്തു. സെൽഫായിട്ട് ചെയ്ത് തുടങ്ങിയ ആൾക്കാരുണ്ടാവാം മേ ബി. നിങ്ങൾ എത്ര ആൾക്കാർ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ. ബോഡി മൂവ്മെന്റ്സ് ഓക്കെ, താഴത്താത്ത വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. മനാലേ? ഉണ്ട് 1 hour യോഗ. യോഗ. ഓക്കെ, ഷജീന വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ഇന്ന് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോണു. ഓക്കെ, ഷായിന, ബാക്കിയുള്ളവരെല്ലാവരും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാത്ത എല്ലാ ആൾക്കാരും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിന് നമ്മൾ ഈസിലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മളിപ്പോ രാത്രിയാണല്ലോ ലൈവ് മെഡിറ്റേഷൻ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. സോ നമുക്ക് അത് മാറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇഫ് യു ഡിമാൻഡ് കൃത്യം രാവിലെ 6 മണിക്ക് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാം. കാരണം രാവിലത്തെ നിങ്ങളുടെ നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഖുർആൻ ഓത്തും കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഒരു 5:30 രാവിലെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റൂടുള്ള എല്ലാ പാടങ്ങളും, ആളൊഴിവുള്ള എല്ലാ പാടത്തും ഞാൻ എത്തും. അവിടെ കയറി ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യും. അവിടെ തന്നെ നമ്മൾ ഒരു ബേസിക് വർക്കൗട്ടും കഴിച്ചിട്ടാണ് വരിക. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അത് ഗ്രൂപ്പായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വർക്കൗട്ട് നിങ്ങൾക്ക് ഒരു 1/2 hour ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ അത് ഗ്രൂപ്പായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാം. ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് ലൈവ് മെഡിറ്റേഷൻ കൊടുക്കാം. ഒരു 6 മണിക്ക് തന്നെ ലൈവ് മെഡിറ്റേഷൻ കൊടുക്കാം. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ഇതൊരു സജഷൻ പോലെ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ദിവസം പോലും മുടക്കില്ലാതെ, സൺഡേ ഒഴികെ ബാക്കി എല്ലാ ദിവസവും നിങ്ങൾക്ക് കൃത്യമായിട്ട് രാവിലെ തന്നെ നിങ്ങളുടെ മെഡിറ്റേഷനും കഴിയും, രാവിലെ തന്നെ നിങ്ങളുടെ വർക്കൗട്ടും കഴിയും. പിന്നെ അവിടെ നിന്ന് വേറൊരു കാര്യം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം കുടിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായി എല്ലാ മണിക്കൂറിലും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ റിമൈൻഡേഴ്സ് കിട്ടും. വാട്ടർ റിമൈൻഡർ, വെള്ളം കുടിക്കാനുള്ള റിമൈൻഡർ നിങ്ങൾക്ക് എല്ലാ മണിക്കൂറിലും ഗ്രൂപ്പിൽ കിട്ടും. ആ ഒരു ടൈമിൽ നിങ്ങൾ മസ്റ്റായിട്ട് വെള്ളത്തിന്റെ കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കാം. ഓക്കെ, അപ്പോ ഇത് ഓക്കെ ആണോ? നിങ്ങൾ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യാം. നിങ്ങൾ ഏത് വർക്കൗട്ട് ആണോ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ എന്റെ കൂടെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം ഡെയിലി രാവിലെ. ഓക്കെ, എന്താ മോളെ? എന്റെ അഭിപ്രായത്തിൽ ഇതാണ് നല്ലത്. രാത്രിയാകുമ്പോ മക്കളെ ഉറക്കണ അപ്പൊ രാവിലെ നമുക്ക് ഒരു ഫ്രഷ്നെസ്സിൽ തന്നെ തുടങ്ങാനായിട്ട് പറ്റും. നിങ്ങളുടെ ബോഡി മൂവ്മെന്റും ഉണ്ടാവും. അത് എല്ലാ ദിവസവും നമുക്കൊരു റുട്ടീനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, ജേണൽ എഴുതി ശീലം ഇല്ലാത്ത ആൾക്കാര്, അതായത് രാവിലത്തെ വെരി ഫസ്റ്റ് 2 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജസ്റ്റ് ഒരു 7 മണിക്ക് അല്ലെങ്കിൽ ഒരു 7:30 കിച്ചണിൽ കയറിയാലും 9 മണിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ പറഞ്ഞയക്കാൻ പറ്റും. ഈ രാത്രി തന്നെ അരിയാനുള്ളതും നുറുക്കാനുള്ളതൊക്കെ ഒന്ന് അരിഞ്ഞ് നുറുക്കി വെക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ സീനൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ തന്നെ നമുക്ക് പിള്ളേരെ പറഞ്ഞയക്കാൻ പറ്റും. ഞാൻ പറഞ്ഞയക്കുന്നുണ്ട് എന്റെ കുട്ടികളെ കേട്ടോ. അപ്പോൾ ഞാൻ രാവിലത്തെ ടൈം എനിക്ക് വേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. രാവിലെ 5 മണിക്ക് അല്ലെങ്കിൽ 5:20 ഞാൻ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എത്തുന്ന വരെ, ഓഫീസിൽ എൻ്റെ വണ്ടി ഉണ്ടാവുക, വണ്ടി ഞാൻ ഓഫീസിൽ വന്ന് എടുക്കുന്നത് വരെ, അവിടെ നിന്ന് എൻ്റെ വീട് മുതൽ ഇവിടെ 14 വരെ പത്തിരിപ്പാല ചന്ത വരെ ഞാൻ നടക്കും. അവിടെ നിന്ന് വണ്ടി എടുത്ത് പോയിട്ട് പിന്നെ നമ്മൾ ആ ഒരു പാടത്തിന്റെ ഏരിയ മൊത്തം കുറേ പ്രാവശ്യം നടന്ന് മോർണിംഗ് മെഡിറ്റേഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ശേഷം ജേണൽ എഴുതിയിട്ടാണ് ഞാൻ എൻ്റെ ബാക്കിയുള്ള പരിപാടിക്ക് നടക്കുക. ഉമ്മ ഉണ്ടെങ്കിലും ഉമ്മ ഇല്ലെങ്കിലും ഒക്കെ എൻ്റെ റുട്ടീൻ ഇതാണ്. റുട്ടീനിൽ നമുക്ക് വലിയ ഭേദഗതിയൊന്നുമില്ല. ഉമ്മ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്പീഡ് കൂട്ടി പണികൾ ചെയ്യുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ രാവിലത്തെ പരിപാടികൾക്ക് വേണ്ടിയിട്ട്
അരിയാനോ നുറുക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് രാത്രി തന്നെ നിങ്ങൾ അരിഞ്ഞ് നുറുക്കി വെച്ചാൽ മതി. വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ അഡീഷണൽ ആയിട്ട് വേറൊരു ടിപ്പ് നിങ്ങളൊക്കെ ചെയ്യുന്ന കാര്യം തന്നെ ആയിരിക്കും. ഞാൻ ഉച്ചയ്ക്കുള്ള ലഞ്ചിനുള്ള കറിയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിയും എൻ്റെ ഒന്നായിരിക്കും. അതായത് സാമ്പാറാണെങ്കിൽ സാമ്പാറും കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയും. അല്ല മറ്റേ ചിക്കനോ ബീഫോ ആണെങ്കിൽ അതും കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയും. ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിയും ലഞ്ചിനുള്ള കറിയും ഞാൻ ഒരുമിച്ചിട്ടാണ് വെക്കാറുള്ളത്. അപ്പം നിങ്ങൾക്ക് അത് കൺവീനിയൻ്റ് ആണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പണികളെ ഒന്ന് സോർട്ട് ചെയ്യാം. അഡീഷണൽ ആയിട്ട് വല്ലത് കരിക്കുക പൊരിക്കുക ഉപ്പേരി ഉണ്ടാക്കി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതിയല്ലോ. ഓക്കെ, സോ രാവിലത്തെ ഒരു 1 hour നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. പറ്റുമെങ്കിൽ നിങ്ങൾ രാവിലെ തന്നെ ജേണൽ എഴുതാം. ജേണൽ എഴുതുന്ന സമയത്ത് ഇപ്പം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് പല പ്രാവശ്യം പലരിടത്തും നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡിന് ഫോക്കസ് ചെയ്യാനായിട്ട്. ഗ്രാറ്റിറ്റ്യൂഡിന് ഫോക്കസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളുടെ ഈ ഒരു എൻറ്റയർ വേൾഡിൽ എത്ര നന്ദി പറയുന്നോ അത്രത്തോളം നമുക്ക് നന്ദി പറയാനുള്ള അവസരങ്ങൾ കൂടി കിട്ടും. അത് ഒരു എന്താ പറയാ, നമ്മൾ പറയാറില്ലേ നമ്മളിലോട്ട് ഈ കാന്തശക്തി മറ്റേ മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു വലയം നമ്മുടെ ചുറ്റൂടും ഉണ്ട്. നമ്മളൊരു ചെറിയൊരു ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിന് ഒരു എനർജി ഉണ്ട്, അതിനൊരു വലയുണ്ട്. അത് മറ്റുള്ള സാധനങ്ങളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എത്രമാത്രം നന്ദിയുള്ളവരായിട്ട്, നമ്മൾ എത്രമാത്രം പ്രോഗ്രസീവായിട്ട്, നമ്മൾ എത്രമാത്രം പോസിറ്റീവായിട്ട് ഇരിക്കുന്നോ അത്രമാത്രം നമ്മളിലോട്ട് നല്ല കാര്യങ്ങൾ അട്രാക്റ്റഡ് ആവും. അപ്പൊ നമ്മൾ രാവിലെ തന്നെ നന്ദി പറഞ്ഞു തുടങ്ങാം. ഒരു 5 ഗ്രാറ്റിറ്റ്യൂഡെങ്കിലും എഴുതുക. കുറേ ആൾക്കാർ ചോദിക്കുന്ന സാധനമാണ് എനിക്ക് എഴുതാൻ ഭയങ്കര മടിയാണ്, ഞാൻ എഴുതേണ്ട കാര്യമില്ലല്ലോ പറഞ്ഞാൽ പോരെ എന്നുള്ളത്. നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നതിനേക്കാൾ ഒരു 10 ഇരട്ടി റിസൾട്ട് നിങ്ങൾ എഴുതുമ്പോൾ ഉണ്ടാവും. അത് വല്ലാത്തൊരു വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ പറയുമ്പോൾ നമ്മൾ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു 10 ഇരട്ടി റിസൾട്ട് ഉണ്ടാവും. ഭയങ്കര ചടപ്പുള്ള കാര്യമല്ലേ ദിവസം കുറെ കാര്യങ്ങൾക്ക് ഇങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, എഴുതിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ചടപ്പുള്ള കാര്യം. നിങ്ങൾക്ക് ഇങ്ങനത്തെ പോലെ തന്നെ എനിക്കും ഭയങ്കരമായിട്ട് ബോറടിക്കാറുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയട്ടെ, എൻ്റെ ഡിപ്രഷൻ ഹിറ്റ് ചെയ്ത സമയത്ത്, അതായത് ഞാൻ ഡിലൂഷണൽ ആയിരുന്നു, ഇല്ലാത്ത ശബ്ദമൊക്കെ കേൾക്കും, ഒച്ചയും വീഡിയൊക്കെ കേൾക്കുമായിരുന്നു. അത്രമാത്രം എനിക്ക് ഭയങ്കര ഡിലൂഷണലായിരുന്നു. വീട്ടിനകത്ത് നിൽക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഓടാൻ തോന്നും, പുറത്താണെന്നുണ്ടെങ്കിൽ ഓഫീസിന്റെ ഉള്ളിലോട്ട് വരാൻ തോന്നും. എൻ്റെ കംപ്ലീറ്റ് പാറ്റേൺ ഇങ്ങനെ തെറ്റി കിടക്കായിരുന്നു. പക്ഷെ അൽഹംദുലില്ലാ ഇന്ന് വരെ എനിക്കൊരു ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യം, അത് ഞാൻ പ്രൗഡായിട്ട് പറയില്ല കേട്ടോ, അത്യാവശ്യമുള്ള അവസരങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ പോയി കാണണം. പക്ഷെ ഞാനൊരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ടും എൻ്റെ ചുറ്റോട് മൊത്തം ഹിപ്നോട്ടിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും ഒക്കെ ആയതുകൊണ്ടും എനിക്ക് അതിന്റെ ആവശ്യം വന്നില്ല എന്നുള്ളതാണ്. കാരണം എനിക്ക് നല്ലോണം സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ വർക്കൗട്ട്, മെഡിറ്റേഷൻ, ജേർണലിങ്, പിന്നെ നമ്മുടേതായിട്ടുള്ള പ്രാർത്ഥനകൾ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ കൊണ്ട് മാത്രം എൻ്റെ ലൈഫിനെ തിരിച്ചു പിടിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ പോസിബിൾ ആണ്. ജേർണലിങ്ങിന് ഭയങ്കര വലിയ പവർ ഉണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നതിന് ഭയങ്കര വലിയ പവർ ഉണ്ട്. പിന്നെ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്ന എൻ്റെ പോലെയുള്ള ആൾക്കാരാണെങ്കിൽ, ഞാൻ ഭയങ്കര വലിയ ഓവർ തിങ്കറാണ്. ഞാൻ ചില സമയത്ത് ചിന്തിക്കും എനിക്ക് ADHD ഉണ്ടാവും, ഒരേ സമയത്ത് എന്തോരം കാര്യങ്ങളാണ് ഞാൻ ആലോചിക്കണേന്ന്. കാരണം ഒരേ സമയത്ത് കുറെ കാര്യങ്ങൾ നമ്മുടെ തോട്ടിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് ചെറിയ തോതിൽ ADHD ഉണ്ടെന്നാ. ചില സമയങ്ങൾ നമ്മളിങ്ങനെ ഒരുപാട് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അതിന്റെ പീക്കിലേക്ക് ഇരിക്കാം. ഓക്കെ, നമ്മൾ സൈക്കോളജി പഠിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മൾ പഠിക്കുന്ന എല്ലാ സാധനവും നമുക്ക് ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോവും. ഇതെനിക്കുണ്ടല്ലോ ആ ഒരു സിംറ്റം ഉണ്ടല്ലോ എന്നുള്ളൊരു സാധനം നമുക്ക് തോന്നിപ്പോവും. അപ്പോൾ എക്സാക്ട്ലി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഇപ്പൊ നിങ്ങളെ കുറിച്ച് നിങ്ങൾ തന്നെ ആലോചിക്കുന്ന സമയത്ത് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് സോർട്ട് ചെയ്യാൻ, നിങ്ങളുടെ തോട്ടിന് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ജേർണൽ ചെയ്യുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ജേർണലിംഗ് എന്ന് പറയുമ്പോൾ പലരും തിങ്ക് ചെയ്യുന്ന കാര്യം പലതും നമ്മൾ നോട്ട് ചെയ്യാന്നുള്ളതാണ്. അതായത് എൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഞാനൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ആ ടു ഡു ലിസ്റ്റ് ഞാൻ എഴുതി വെക്കണം. അല്ലെങ്കിൽ ഞാൻ ഇന്ന് എന്ത് കൂട്ടാൻ വെക്കണം, എന്ത് ചോറ് വെക്കണം, ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കണം, ഇതൊക്കെ ഞാൻ എഴുതി വെക്കണം. അതല്ല ജേർണലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ വേറൊരു കാര്യം, നിങ്ങളെ ഹോണ്ട് ചെയ്യുന്ന തോട്ട് എന്താണോ അത് എഴുതുക. ഇപ്പൊ നിങ്ങൾക്ക് 5 നേരം നിസ്കരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിസ്കാരം നിങ്ങൾ ട്രാക്ക് ചെയ്തിട്ട് തന്നെ എഴുതി വെക്കണം. കാരണം നിങ്ങൾ ബുദ്ധിമുട്ടാക്കുന്ന ഒരു കാര്യമാണ് അത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് നിസ്കരിക്കാൻ പറ്റുന്നില്ല, അപ്പൊ നിങ്ങൾ ട്രാക്ക് ചെയ്യുക. ചിലർ പറയും ഞാൻ സുബഹ് നിസ്കരിക്കണേ ഇല്ല, അപ്പൊ എനിക്ക് അവിടെ ഇൻഡു മാർക്ക് ഇടാനുള്ള മടി കാരണം കൊണ്ട് ഞാൻ സലാക്കാടെ ട്രാക്ക് ചെയ്യുന്നില്ല, ഞാൻ സലാ തന്നെ പോസ്റ്റ് ചെയ്യുന്നില്ല. ആ പരിപാടി നടക്കൂല. നിങ്ങൾ അവിടെ ഇൻഡു മാർക്ക് ഇട്ടിട്ട് പോസ്റ്റ് ചെയ്യാന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. അത് നമ്മൾ ചെയ്യുമ്പോഴാണ് ഓക്കെ ഞാൻ ഈ ഭാഗം വിട്ടല്ലോ, അല്ലെങ്കിൽ എനിക്ക് അവിടെ ടിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു തോട്ട് നിങ്ങളുടെ ഉള്ളിൽ വരും. നാളെ നിങ്ങൾ അവിടെ ടിക്ക് ചെയ്യാൻ വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളിപ്പോൾ സുബഹ് നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല, ഫൈൻ. ളുഹ്ർ, അസർ, മഗ്‌രിബ്, ഇശ നിങ്ങൾ ബാക്കി 4 വക്ത് നിസ്കരിച്ചിട്ടുണ്ട്, അവിടെ നിങ്ങൾ ടിക്ക് ചെയ്യുന്നുണ്ട്.
എല്ലാ കാര്യവും നിങ്ങൾ അങ്ങനെ തിങ്ക് ചെയ്യണം. നിങ്ങൾ ചിന്തിക്കേണ്ട, നിങ്ങൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. ഡെയിലി രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തലേ ദിവസം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ടിക്ക് ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങൾ പിറ്റേ ദിവസം രാവിലെ എണീക്കണതിന് നിങ്ങൾ എന്തൊക്കെ കൊണ്ടാണ്, ഇന്നലെ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള കുറേ പോസിറ്റീവ്സും കൊണ്ടാണ് നിങ്ങൾ പിറ്റേ ദിവസം എണീക്കുന്നത് അല്ലേ? നിങ്ങൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് ആലോചിക്കുമ്പോൾ ഓക്കെ, ഞാൻ ക്ലാസ് കേട്ടു, ഞാൻ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് മനസ്സിലാക്കി, അതുപോലെ ഞാൻ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു, ഞാൻ ഇതിന് ശേഷം എൻ്റെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കി, അല്ലെങ്കിൽ ഞാൻ അവിടെ പോകാണ്ടായിരുന്നു എന്നിടത്ത് പോയി, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങളൊരു 24 hours അറ്റ്ലീസ്റ്റ് ഒരു 4-5 മണിക്കൂറെങ്കിലും നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്തു എന്നുള്ളത് നിങ്ങൾ പിറ്റേ ദിവസം നാളെ രാവിലെ ഇരുന്നിട്ട് ട്രാക്ക് ചെയ്യാണ്. നാളെ രാവിലെ ഇരുന്ന് നിങ്ങൾ അത് ട്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രി കിടക്കുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കൂലേ? നാളെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് വർക്കൗട്ട് ചെയ്യണം, മെഡിറ്റേറ്റ് ചെയ്യണം, ജേർണൽ എഴുതണം. അപ്പോൾ ഈ ജേർണൽ എഴുതുന്ന സമയത്ത് ഞാൻ എന്തൊക്കെ എഴുതണം എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കും. അപ്പോൾ ഇന്ന് രാത്രി കിടക്കണതിന് നിങ്ങൾ പോസിറ്റീവ് കൊണ്ടാണ്, നാളെ രാവിലെ നിങ്ങൾ എഴുന്നേറ്റിട്ട് ചെയ്യുന്ന പരിപാടി എന്താണ്, എക്സാക്റ്റ് പോസിറ്റീവ് ആണ്. അപ്പോൾ ഈ ഒരു പോസിറ്റീവിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ എഴുതി സൂക്ഷിച്ചിട്ടാണ് നിങ്ങൾ അടുത്ത പരിപാടി ചെയ്യാൻ പോകുന്നത്. സോ അത് വെച്ച് ഗ്രാജുവലി ഉണ്ടാക്കുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ അൺബീറ്റബിൾ ആയിരിക്കും. നിങ്ങൾ തന്നെ വിചാരിക്കും ഞാൻ തന്നെയാണോ ഇത്, എനിക്ക് ഇത്രയും വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ. ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ജേർണൽ എടുത്ത് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത്ഭുതം തോന്നും, ഓക്കെ ഞാൻ ഇത്രയും മാറിയില്ലേ, അങ്ങനത്തെ ഒരു സാധനം. കാരണം ഒരു ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും നിങ്ങൾ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റുന്ന ദിവസം നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ? കുറവായിരിക്കും. ചിലപ്പോൾ 3 ലിറ്റർ വെള്ളം കുടിക്കണം എന്നൊക്കെ നമ്മൾ നേർച്ചയൊക്കെ നെയ്യത്താക്കി, അല്ലെങ്കിൽ 50 പൈസയൊക്കെ ഒഴിഞ്ഞു വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ 1 പൈസയൊക്കെ 1 രൂപയൊക്കെ ഒഴിഞ്ഞു വെച്ചിട്ടുണ്ടാവും. കുടിച്ച ദിവസം ഉണ്ടാവൂല, കുറവായിരിക്കും അല്ലേ? അപ്പൊ അങ്ങനെ അതിന് പുറമെ നിങ്ങൾക്ക് വാട്ടർ റിമൈൻഡർ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാ ഓരോ മണിക്കൂറിലും വാട്ടർ റിമൈൻഡർ നിങ്ങൾക്ക് കിട്ടും. അതിൽ ആ സമയത്ത് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് പോയിട്ട് വെള്ളം കുടിക്കുക. അതേപോലെ രാവിലെ നിങ്ങൾക്ക് ജേർണൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള റിമൈൻഡർ കിട്ടും, നിങ്ങൾ ജേർണൽ എഴുതിക്കോളാം. അതേപോലെ രാവിലെ തന്നെ മെഡിറ്റേഷൻ്റെ ടൈമിൽ നിങ്ങൾക്ക് വർക്കൗട്ടിൻ്റെ ടൈം രണ്ടും പാടെ ഒരേ സമയത്താണ് നമ്മൾ ഒരുമിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ പ്രിപ്പയർ ആയിക്കോളാം. രാവിലെ 6 മണിക്ക് ഫ്രീ ആവാം. ഓക്കെ, അപ്പോൾ രാവിലെ തന്നെ നമ്മളുടെ ഇന്നർ ബ്ലൂം ആയിട്ടുള്ള, അതായത് നിങ്ങളുടെ സെൽഫ് മോൾഡ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ ഒഴിവായി കിട്ടിയിട്ടുണ്ട്. ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ വീക്കിലി, അതായത് മാസത്തിൽ 2 ക്ലാസ് ഉണ്ടാവുള്ളൂ. 2 ആഴ്ചയിൽ 1 ക്ലാസ്സാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇതേപോലെ ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണലി നിങ്ങൾ അനുഭവിക്കുന്ന എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എവിടെയാണ് നിങ്ങൾക്ക് സപ്പോർട്ട് വേണ്ടത്, ഇപ്പോൾ ഈ ഒരാഴ്ചത്തെ കാര്യത്തിൽ നിങ്ങൾക്ക് എവിടെയാണോ സപ്പോർട്ട് വേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്താ അറിയോ, നിങ്ങളുടെ ആരുടെയും എനിക്ക് വീട്ടിൽ വന്ന് കുത്തിപ്പൊക്കിച്ചിട്ട് ക്ലാസ്സിൽ കൊണ്ടുവന്നിരുത്തൽ പോസിബിൾ അല്ല. വീട്ടിൽ വന്ന് കുത്തിപ്പൊക്കിച്ചിട്ട് വർക്കൗട്ട് ചെയ്യാൻ കൊണ്ടുവന്നിരുത്തൽ പോസിബിൾ അല്ല. ഓക്കെ, അവിടെ എനിക്ക് മൊബൈലിൽ നിങ്ങൾക്ക് കോൾ ചെയ്യലോ മെസ്സേജ് അയക്കലോ മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ളൊരു വഴി. അപ്പം ഏറ്റവും ആദ്യം നിങ്ങളുടെ ഉള്ളിൽ ആകെ ഒരു സാധനം മാത്രം മതി, നിങ്ങൾക്കൊരു കോൾ വരുമ്പോൾ നിങ്ങൾ ആക്ഷൻ എടുക്കുക എന്നുള്ളത്. കുറേ ആൾക്കാർ, ഇപ്പം നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള കുറേ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ തന്നെ ഇരിക്കുക അല്ലെങ്കിൽ റൂമിൽ തന്നെ ഇരിക്കുക എന്നുള്ളത് ഒരു ആശ്വാസം പോലെ, ഒരു റെസ്റ്റ് എടുത്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് ഒരു ആശ്വാസം പോലെ കരുതുന്ന ആൾക്കാരുണ്ട്. ഞാൻ റെസ്റ്റ് എടുക്കുകയാണ്, എപ്പോഴും റെസ്റ്റ് വേണം അവർക്ക്. റെസ്റ്റാണ്, എനിക്ക് ടെൻഷനാണ്, ഞാൻ റെസ്റ്റ് എടുക്കട്ടെ, എനിക്ക് എന്താ പറയുക എപ്പോഴും വയ്യ, ഞാൻ റെസ്റ്റ് എടുക്കുകയാണ്, ഞാൻ എപ്പോഴും പ്രശ്നത്തിലാണ്, ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ പ്രോബ്ലംസ് കൂടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു 1-2 ആൾക്കാരുടെ എങ്കിലും മെയിൻ പ്രശ്നം അതാണ്. എനിക്ക് എവിടെയും പോകാൻ തോന്നുന്നില്ല, ഞാൻ വീട്ടിൽ തന്നെയാണ്. ഈ വീട്ടിൽ തന്നെ നിങ്ങൾ എത്ര കാലം, ഒരേ റൂമിനകത്ത് തന്നെ നിങ്ങൾ എത്ര കാലം സ്പെൻഡ് ചെയ്യണോ, അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരു കാര്യം ചെയ്യാണ്ട് അങ്ങനെ തന്നെ ഇരിക്കുന്നോ, അങ്ങനെ ഇരിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും, അതൊരിക്കലും കുറയാൻ പോകുന്നില്ല. അപ്പം അതിനാകപ്പാടുള്ളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതുപോലൊരു കോൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു പുഷ് കിട്ടുന്ന സമയത്ത് ആ കിട്ടുന്നതിനെ നിങ്ങൾ പിടിച്ചു കയറുക. ആ ഒരു കച്ചിത്തുരുമ്പിനെ നിങ്ങൾ പിടിച്ചു കയറുക, ആക്ഷൻ എടുക്കുക. മടി പിടിച്ചിരിക്കുകയാണ്, എനിക്ക് മടിയാണ്, അല്ലെങ്കിൽ എനിക്ക് വയ്യ, എനിക്ക് ക്ഷീണം തോന്നും, നല്ലോണം ക്ഷീണം തോന്നും. ഈ വർക്കൗട്ട് ചെയ്യാന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല സുഖമുള്ള പരിപാടിയൊന്നുമല്ല. രാവിലെ ആദ്യത്തെ ദിവസം 1/2 മണിക്കൂർ വർക്കൗട്ട് ചെയ്താൽ 2 ദിവസത്തിന് മേലും കൈവേദന നല്ലോണം ഉണ്ടാവില്ലേ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ? മണാലല്ലേ യോഗ എങ്ങനെ, നല്ല സുഖല്ലേ? യോഗ ആദ്യം ഒക്കെ ആയിരുന്നു, പിന്നെ കുറച്ച് സമയം വന്നപ്പോ എനിക്ക് പോവാൻ പറ്റാതെ പോയി. അത് കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ 2 ദിവസം അനങ്ങാൻ പറ്റിയില്ല. ബെഡിന് വന്നിട്ട് ഫുഡ് ഉണ്ടാക്കി വെച്ച് പോയ കാരണം രക്ഷപ്പെട്ടു എന്ന് പറയാ. നല്ല ബുദ്ധിമുട്ടായിരുന്നു വർക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ, നല്ല പെയിൻഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, മടി പിടിപ്പിക്കുന്ന പരിപാടിയാണ് നിങ്ങളുടെ മൈൻഡിനെ എന്താ പറയാ, നമ്മൾ റീക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റീബിൽഡ് ചെയ്യുക, റീവയർ ചെയ്യുക എന്നൊക്കെ പറയുന്നത്.
അത്ര തന്നെ നമ്മുടെ ശരീരത്തിന് വർക്കൗട്ട് ചെയ്യുമ്പോൾ എത്ര നമ്മൾക്ക് പെയിനും കാര്യങ്ങളും മടിയൊക്കെ പിടിപ്പിക്കുന്നുണ്ടോ അത്ര തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മുടെ ബ്രെയിനിനെ റീവയർ ചെയ്യുക എന്നുള്ളത്. വെറുതെ ഒന്നും നമ്മുടെ ബ്രെയിന് പുതിയ എന്താ പറയുക നെർവസ് സിസ്റ്റം ഒക്കെ ഒന്ന് ബിൽഡ് ചെയ്ത് നമുക്ക് ഓക്കെ ഇപ്പം ഇന്നത്തോടു കൂടെ നീ സൂപ്പർ ആയിട്ട് കേട്ടോ എൻ്റെ ബ്രെയിന് 10x വർക്ക് ചെയ്യും, നീ അടിപൊളി, അതിൻ്റെ എല്ലാ പ്രശ്നവും മാറിയെന്നൊന്നും വെറുതെ ഒന്നും ബ്രെയിൻ വന്ന് പറയൂല. നമുക്ക് സ്വിച്ച് ഇട്ട പോലെ എടുത്ത് കളയാലൊന്നും നടക്കൂല. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് നമ്മളൊരു എൻട്രൻസ് കൊടുത്ത് നമ്മുടെ ബ്രെയിനിനെ റീവയർ ചെയ്ത് എടുത്തെങ്കിലേ ഉള്ളൂ. ഇപ്പം ഇത്തിരി പണിയാണ്, നല്ല മടുപ്പുണ്ടാവും. ഒരേപോലത്തെ ഇപ്പം മെഡിറ്റേഷനൊക്കെ പറയുമ്പോൾ ഒരേപോലത്തെ സാധനങ്ങളെ വരുന്നത്. അഫർമേഷനൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നത് ഞാൻ ഡെയിലി നീറ്റിട്ട് ഞാൻ സൂപ്പറാണ്, ഞാൻ അടിപൊളിയാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും നല്ലപോലെ നടക്കുള്ളൂ, ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഭയങ്കര ബോറല്ലേ, നിങ്ങൾക്ക് തന്നെ തോന്നും. പക്ഷെ അത് ബോറല്ല, ഒരിക്കലും ബോറല്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഡിപ്രഷന്റെ പടുകുഴിയിൽ കിടക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് ഞാൻ പുറത്ത് വന്നിട്ട് ഇതേപോലെ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്, ഞാൻ യൂട്യൂബിൽ ക്യാമറ ഫേസ് ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത്, ഞാൻ ആളുകളുടെ അടുത്ത് പോയിട്ട് സംസാരിക്കുന്നത്, എൻ്റെ ഫാമിലി ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യുന്നത്, ഇതൊക്കെ എനിക്ക് വിദൂരതയിലുള്ള കാര്യമാണ്. ഞാൻ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ഡിപ്രഷൻ ട്രിഗർ ചെയ്ത സമയത്ത് എനിക്കിതൊക്കെ ഭയങ്കര എന്നെ കൊണ്ട് ഇനി ഒരിക്കലും പറ്റൂലേ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിൽ നിന്ന് ഞാൻ ഈ വിഷ്വൽ ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്ത് എന്താ പറയുക ജേർണൽ ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്ത് മണിക്കൂർ കണക്കിനൊക്കെ മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ പോയിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിലില്ല ഇത്ര ശ്രദ്ധ ഇല്ലാത്തൊരു മെഡിറ്റേഷൻ ഞാൻ ചെയ്തിട്ട്. കാരണം ഇങ്ങനെ പോയിരിക്കും, ശ്വാസം ഇങ്ങനെ വലിച്ചു വിടുന്നുണ്ട് എന്നല്ലാണ്ട് ഒന്നിലും ഫോക്കസ് ഇല്ല. മണിക്കൂർ കണക്കിന് ഒരു അന്തം കുന്തും ഇല്ലാണ്ടിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യണ ഞാനാണ്. എനിക്ക് ഒരു സാധനത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. മെഡിറ്റേറ്റ് ചെയ്യാൻ ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഞാൻ ഡിസ്റ്റർബ്ഡ് ആയിട്ട് പോവാ. അങ്ങനെ ദിവസങ്ങളോളം കഷ്ടപ്പെട്ടിട്ട് സ്ലോലി തിരിച്ചു പിടിക്കാൻ നമുക്ക് പറ്റും. അതിന് ആകപ്പാടെ വേണ്ടത് നമ്മൾക്ക് പണിയെടുക്കാനുള്ള ഒരു മൈൻഡാണ്. തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു തോട്ടാണ്. അപ്പൊ ആ ഒരു തോട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും തിരിച്ചു പിടിക്കും. നിങ്ങളെയും കൊണ്ട് പറ്റും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്ന, ഞാൻ വിഷ്വൽ ചെയ്തിട്ടുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ അച്ചീവ് ചെയ്യുന്നുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാ ഇനി അങ്ങോട്ടേക്ക് ചെയ്യുമായിരിക്കും. അപ്പം അത് പറഞ്ഞാൽ നമ്മൾ മുന്നേ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, വിഷ്വലൈസേഷനും ലോ ഓഫ് അട്രാക്ഷനും ഒക്കെ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ മുന്നിൽ നമ്മൾ ആഗ്രഹിക്കുകയാണ് എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ നിറയെ ബട്ടർഫ്ലൈസ് വേണം. ഞാൻ ഡെയിലി ഇത് വിഷ്വൽ ചെയ്യുന്നുണ്ട്, എൻ്റെ വീടിൻ്റെ മുന്നിൽ നിറയെ ബട്ടർഫ്ലൈസ് വേണം എന്നുള്ളത്. എൻ്റെ വീടിന് മുമ്പിൽ വലിയൊരു എന്താ പറയുക നിറയെ ഒരു ചളി പോകുന്ന ഒരു ഡിച്ച് അവിടെ വെച്ചിട്ട് ബട്ടർഫ്ലൈസ് വരട്ടെ എന്ന് ഞാൻ വിഷ്വൽ ചെയ്ത് കഴിഞ്ഞാൽ ബട്ടർഫ്ലൈസ് വരുമോ? ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബട്ടർഫ്ലൈസ് വരുമോ? വരൂല. എനിക്കവിടെ ബട്ടർഫ്ലൈസ് വേണമെന്നുണ്ടെങ്കിൽ ഞാനവിടെ ഗാർഡൻ ബിൽഡ് ചെയ്യണം. ഞാനവിടെ ഇറങ്ങി പണിയെടുത്ത് ഗാർഡൻ ബിൽഡ് ചെയ്ത് അതിൽ കുറച്ച് പൂക്കളൊക്കെ വന്നിട്ട് എന്നിട്ട് ഞാൻ വിഷ്വൽ ചെയ്യാം. ഓക്കെ, എനിക്ക് ഓരോ ദിവസവും വിഷ്വൽ ചെയ്യാം. എൻ്റെ ഗാർഡൻ ഇങ്ങനെ ആയിരിക്കണം, എൻ്റെ ഗാർഡൻ അങ്ങനെ ആയിരിക്കണം, ഇതൊക്കെ എനിക്ക് വിഷ്വൽ ചെയ്യാം. അതല്ലാണ്ട് ബട്ടർഫ്ലൈസ് പോരട്ടെ, സന്തോഷം പോരട്ടെ, എൻ്റെ മൈൻഡിനെ റീബിൽഡ് ചെയ്യട്ടെ, എൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആവട്ടെ, ഈ പോരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ഇരുന്നുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഡെയിലി അഫർമേഷൻ പറയുമ്പോൾ നമ്മുടെ മനസ്സിനെ തന്നെ നമ്മൾ എന്താക്കുന്നുണ്ട്, ഒരു ഗാർഡൻ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ മൈൻഡിൻ്റെ ഉള്ളിൽ. അതായത് നമ്മൾ കുറേ നന്മകൾ ചെയ്യുന്നുണ്ട്, കുറേ നല്ല ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ കുറേ ആൾക്കാർക്ക് നമുക്ക് ഒരിക്കലും പൊറുക്കാൻ കഴിയില്ല എന്ന് കരുതിയിട്ട് നമ്മളോട് ചെയ്തിട്ടുണ്ടായിരുന്ന തെറ്റുകൾ വരെ നമ്മൾ ക്ഷമിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കഴിയുമ്പോൾ നമ്മളുടെ ഓറ എന്താണ്, പ്യുവറായി വരികയാണ്. വി ആർ ക്രിയേറ്റിംഗ് എ ഗാർഡൻ ഇൻസെൽഫ്. നമ്മുടെ ഉള്ളിൽ നമ്മൾ നല്ലൊരു ഗാർഡൻ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബട്ടർഫ്ലൈസിനെ എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മൾ ഇറങ്ങി പണിയെടുത്തിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് അതിന് നമുക്ക് റിസൾട്ട് കിട്ടൂലേ? ഇപ്പൊ തായർത്താത്താക്ക് ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. എൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ പറഞ്ഞുതരാം. നമ്മൾ തായർത്താത്താക്ക് പറയുമ്പോൾ യഥാർത്ഥത പഠിച്ചാനിപ്പോൾ വീണ്ടും ഓൾ ഇന്നെയാണ് എടുക്കണത് എന്നുള്ളൊരു മൈൻഡിലായിരിക്കണത്. ഞാൻ എൻ്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം. എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞി ലക്ഷം വീടാണ്. എൻ്റെ വീടിന്റെ മൊത്തം ഞങ്ങളെ വീട് മൊത്തത്തിൽ ഒന്നായിട്ട് തൂക്കിയെടുത്ത് വേറൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു 3-4 ലക്ഷം രൂപയാണ് വീട്ടിന്റെ പൈസ കിട്ടുള്ളൂ. കെട്ടിയവനക്ക് പറഞ്ഞാൽ കൂലിപ്പണിയാണ്. ഞാൻ പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എനിക്ക് വളരെ തുച്ഛമായിട്ടുള്ള 8000 രൂപ 10,000 രൂപയൊക്കെയാണ് പെർ മന്ത് ഏർണിങ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു സാധാരണ ഒരു 10,000 രൂപയുടെ ഒരു മൊബൈലിലാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു iPhone 16 ചിന്തിക്കാൻ പറ്റുമോ? ഒരു iPhone 16 ഒക്കെ എടുത്തിട്ട് ഞാൻ വീഡിയോസ് ഇടുന്നതിനെ കുറിച്ചിട്ട് ചിന്തിക്കാൻ പറ്റുമോ? എൻ്റെ സെയിം ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ അവർക്ക് 2000-3000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകുമ്പോഴേക്കും അവരുടെ കെട്ടിയവന് എക്സസും 16 Pro Max ഒക്കെ ഗിഫ്റ്റ് കൊടുക്കണ. ഇവിടെ എൻ്റെ കെട്ടിയവന് എൻ്റെ ബർത്ത്ഡേക്ക് ഒരു ഡയറി മിൽക്ക് സിൽക്ക് കൊടുത്തിട്ട് എന്നെ പറ്റിക്കണേ. അപ്പം നമ്മുടെ പറ്റിക്കൊന്നല്ല കേട്ടോ, അവന് നല്ല സ്നേഹമുണ്ട്. അപ്പം നമ്മൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഗിഫ്റ്റ് എന്താ പറയാ ഗിഫ്റ്റായിട്ട് തരാനും നമുക്ക് ആരും ഉണ്ടാവില്ലല്ലോ.
അപ്പൊ നമ്മൾ വിഷ്വൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് ഒരു 10K സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ആവുമ്പോഴേക്കും എനിക്കൊരു മാസം ഒരു 15,000 രൂപയെങ്കിലും ഒരു ഏർണിങ്സ് ഒക്കെ വരുമ്പോഴേക്കും ഒരു 5,000 രൂപ EMI ഒക്കെ ഇട്ടിട്ട് എനിക്കൊരു 16 ഒക്കെ എടുക്കാനായിട്ട് പറ്റും. അപ്പൊ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് തന്നെ ഒരു അതിന്റെ പേയ്മെന്റ് ഒക്കെ അടയ്ക്കാനായിട്ട് പറ്റും. എനിക്ക് നല്ല വീഡിയോസ് എടുക്കാൻ പറ്റും. എനിക്ക് കുറെ കൂടെ പൈസ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഞാൻ വിഷ്വൽ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വിഷ്വൽ ചെയ്തിട്ട് ഞാൻ ആ ഒരു 2000 സബ്സ്ക്രൈബേഴ്സിനെയും കയ്യിൽ വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് ഈ പറയുന്ന 16 എടുക്കാൻ പറ്റുമോ? ഞാൻ ആദ്യം ചെയ്ത കാര്യം എന്താ, എന്റെ ആ 10,000 രൂപയുടെ ഫോണും കൊണ്ട് 10K സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കി. അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്ത് അതായത് ഇവിടെ ഐഫോണിന്റെ 16ഉം 16 പ്രോയും ഒക്കെ ഉള്ള ആൾക്കാർ നല്ല കണ്ടന്റ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ഞാൻ എനിക്കറിയുന്ന കുഞ്ഞു അറിവുകൾ ഷെയർ ചെയ്ത് 10K സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കി. ഒരു ഫിക്സഡ് ഏർണിങ്സ് വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റി. എന്നിട്ട് ഞാൻ എന്ത് കാട്ടി, 16 എടുത്ത്. എന്നിട്ട് 16ന്റെ 70% അടവടച്ച് തീർത്ത്. എന്നിട്ട് അതിന്റെ കൂടെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഐപാഡ് എടുത്ത് നമ്മുടെ പണികൾ നമ്മൾ ഈസി ആക്കി, മെല്ലെ ഈസി ആക്കി. എന്നിട്ട് അതിന്റെ ഭാഗത്ത് കൂടെ എന്തായിട്ട് ഞാൻ പഠിച്ച പോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീല് ഞാൻ പഠിച്ചതുപോലെ തന്നെ ഒരു കോഴ്സ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത്. എന്നിട്ട് അതിന്റെ കൂടെ നമ്മളൊരു അക്കാഡമി ബിൽഡ് ചെയ്ത്. എന്നിട്ട് നമ്മളൊരു റെന്റിനൊരു സ്ഥാപനം എടുത്ത് സെറ്റാക്കി. അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ ഇതൊക്കെ എൻ്റെ ഡ്രീമിലുള്ള എൻ്റെ വിഷ്വലിലുള്ള കാര്യങ്ങളാണ്. ഞാൻ എന്നെ കൊണ്ട് ഒരിക്കലും പറ്റൂല, ഞാനൊരു ആക്ഷൻ എടുക്കൂല. പക്ഷെ ഞാനിങ്ങനെ വിഷ്വൽ ചെയ്യുന്നുണ്ട്. എനിക്കൊരു 1 lakh സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവണു, എനിക്ക് പ്ലേ ബട്ടൺ കൊണ്ടുവന്ന് തരുന്നു, അതേപോലെ ഞാനിങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുന്നു. ഇങ്ങനെ ഞാൻ വിഷ്വൽ ചെയ്തുകൊണ്ട് മാത്രം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നടക്കുമോ? നടക്കൂല. നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ്, ഇപ്പൊ ഞാനൊരു കാര്യം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് കാണേണ്ടത് റെഡ് കാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റോട്ടിൽ ഇറങ്ങിയാൽ ഇഷ്ടംപോലെ റെഡ് കാറുകൾ ഓൾറെഡി പോകുന്നുണ്ട്. നിങ്ങൾ ഒരു ദിവസം രാവിലെ ഇറങ്ങിയിട്ട് തീരുമാനിക്കുകയാണ്, ഞാൻ ഇന്ന് ലോ ഓഫ് അട്രാക്ഷൻ വഴി അല്ലെങ്കിൽ വിഷ്വൽ മാനിഫെസ്റ്റേഷൻ വഴി ഞാൻ ഇന്നൊരു ചുമന്ന കാറിനെ കണ്ടിരിക്കും. നിങ്ങൾ ഇന്നലെയും കണ്ടിട്ടുണ്ട്, മിനിഞ്ഞാന്നും കണ്ടിട്ടുണ്ട്, നാലാന്നും കണ്ടിട്ടുണ്ട്, എല്ലാ ദിവസവും നിങ്ങൾ ഈ പറയുന്ന ചുമന്ന കാറുകളെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് കാണും എന്നുള്ളൊരു തോട്ടിൽ നിങ്ങൾ ഇറങ്ങുമ്പോഴാണ് ഈ ചുമന്ന കാറിനെ നിങ്ങൾ കണ്ടു എന്നുള്ളത് നിങ്ങൾ അറിയണത്. അത് തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷനും അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷനും. നമ്മുടെ ചുറ്റൂടും നമുക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മൾ ഇറങ്ങി അതിനെ ഗ്രാബ് ചെയ്യുമ്പോഴാണ് നമുക്കത് കിട്ടി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാണ്ട് ഇതിനകത്ത് വലിയ മിറാക്കിളൊന്നുമില്ല. നമ്മൾ ആലോചിക്കുന്നതെല്ലാം നമ്മുടെ മുമ്പിലോട്ട് മറ്റേ ഗാന്ധം ഇങ്ങനെ വലിച്ച് സ്വിച്ച് ഇട്ടാ കയ്യിലോട്ട് വരുന്ന പോലെ അങ്ങനെ പോരൊന്നുമില്ല. നമ്മൾ ഇറങ്ങി പണിയെടുക്കണം. പക്ഷെ നമുക്ക് വേണ്ടുന്ന സാധനങ്ങളെ കാണിച്ചു തരാൻ, ഇന്ന സാധനം ഇന്നടത്തുണ്ട്, നീ അത് കാണ് എന്ന് പറയാനായിട്ട് നമ്മുടെ ബ്രെയിനിനെ നമ്മൾ ട്രെയിൻ ചെയ്യണം. അത് ട്രെയിൻ ചെയ്യുന്ന രീതിയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ. സോ നമ്മളിനി ഒരുമിച്ച് മുന്നോട്ട് സ്ഥിരമായി മെഡിറ്റേറ്റ് ചെയ്ത് ഫോക്കസ് കൂട്ടുന്നതിനനുസരിച്ച് നമ്മുടെ ബ്രെയിനിനെ നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നതിനനുസരിച്ച് വേണ്ടാത്ത കുറേ ചപ്പും ചവറും നമ്മുടെ തലച്ചോറിന്ന് എടുത്ത് കളയുന്നതിനനുസരിച്ച് നല്ലൊരു വയറിളക്കമൊക്കെ പിടിച്ചു കഴിഞ്ഞ് നമ്മുടെ ബോഡി നമുക്ക് തന്നെ തോന്നുന്നൊരു സാധനം ഉണ്ടല്ലോ എന്നിരിക്കും, കുറേ ചപ്പും ചവറൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയി, സമാധാനം, ഒന്ന് ഫ്രീ ആയി തോന്നാറില്ലേ? ഒരു 1-2 ദിവസം നല്ല രീതിയിൽ വയറ്റിന്നൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസം തോന്നാറില്ലേ? പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലും കഴിഞ്ഞ് നമുക്ക് കുറെ മാലിന്യമൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയ പോലെ ഒരു ഫീൽ വരും അല്ലേ? അതേ സെയിം സാധനമാണ് നമ്മുടെ ബ്രെയിനിലുള്ള ചപ്പും ചവറും വേസ്റ്റും ഒക്കെ എടുത്ത് കളയുമ്പോൾ നമ്മളൊന്ന് ഫ്രീ ആവും. ആ ഫ്രീ ആവണ സ്പേസിന് നമ്മൾ എന്ത് ചെയ്യുക? പ്രൊഡക്റ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. എല്ലാവരും ജോലി ചെയ്യണം, എല്ലാവരും പുറത്ത് പോയിട്ട് എന്തെങ്കിലും ചെയ്യണം, എല്ലാവരും പഠിക്കണം, ഇങ്ങനത്തെ കാര്യമൊന്നുമല്ല ഞാൻ പറയാൻ വരണേ. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവണം. അറ്റ്ലീസ്റ്റ് ബി എ ഗുഡ് മദർ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ബി എ ഗുഡ് വൈഫ്. ഇനി ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ബി എ ഗുഡ് ഹ്യൂമൻ ബീയിങ്. നല്ലൊരു വ്യക്തിയാണ്. ഓക്കെ, ഞാൻ നല്ലൊരു വ്യക്തിയാണ്. ഞാൻ ഈ പറയുന്ന 10, 30, 50, 40 കൊല്ലം ഞാൻ നല്ലൊരു മനുഷ്യനായിട്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന, എനിക്ക് എന്നെ കൊണ്ട് തന്നെ, അതായത് എൻ്റെ ഈ പറയുന്ന 10-58 കിലോന്റെ ഉള്ളിൽ ഈ ഒരു ഞാനുണ്ട് ഇല്ലേ? നിങ്ങളുടെ ഈ ശരീരത്തിന്റെ ഉള്ളിലുള്ളതല്ലേ നിങ്ങള്? എക്സാക്ട് നിങ്ങള് ആണോ? ഈ നിങ്ങളുടെ ഈ ശരീരത്തിന്റെ ഉള്ളില് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഈ ഒരു ശരീരത്തിന്റെ ഉള്ളില് നിങ്ങൾക്ക് മാത്രം മനസ്സിലാവുന്ന നിങ്ങളുണ്ട് ഇല്ലേ? നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പരിപാലിച്ച് കൊണ്ടുപോകാനേ പറ്റുന്നുള്ളൂ. കൺട്രോൾ ചെയ്യുന്നുണ്ടോ? ഈ കണ്ണ് ഇങ്ങനെയല്ല, എനിക്ക് നല്ല ഭംഗിയിൽ വേറെ കണ്ണ് വേണം പറഞ്ഞ് കൊണ്ടുവന്ന് വെക്കാനൊന്നും അങ്ങനെ കൊണ്ട് പറ്റൂല. പക്ഷെ നിങ്ങളുടെ ഉള്ളില് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നിങ്ങളുണ്ട്. ആ നിങ്ങൾ എത്രമാത്രം നല്ലതാണെന്നുള്ളത് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മോഡിഫൈ ചെയ്യാൻ പറ്റൂലേ? അപ്പോ ഈ ഒരു 10-45 കൊല്ലത്തിനകത്ത് എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളായിട്ട് നമ്മളൊന്ന് ജീവിച്ച് മരിക്കണ്ടേ? വേണ്ടേ?
ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലോകത്തേക്ക് നമുക്കൊരു എൻട്രൻസ് തന്നിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഞാനായിട്ട് ഞാൻ ഒരു ദിവസം പോലും ജീവിക്കാതെ അങ്ങോട്ട് മരിച്ചു പോയി കഴിഞ്ഞാൽ നഷ്ടല്ലേ? അതെ ആണോ? അതെ ആണോ? അല്ലേ? ആണ്. മനസ്സിൽ തട്ടി പറയാൻ പറ്റുമോ 100% ഞാൻ ആഗ്രഹിക്കുന്ന ഞാനായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, ഞാൻ 100% ഹാപ്പിയാണെന്ന് മനസ്സിൽ തൊട്ടിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ ഇല്ല. ആഗ്രഹിക്കുന്ന നിങ്ങളായിട്ടല്ല നിങ്ങൾ ജീവിക്കുന്നേ. പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മള് എന്ന് പറയുന്നത് ഒരു മോശം വ്യക്തിയാണോ? ഒരിക്കലും അല്ല. നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളെന്ന് പറയുന്നത് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ വേർഷനാണ് അല്ലെ? വളരെ നല്ല, ഒട്ടും മടിയില്ലാത്ത, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എല്ലാവർക്കും നല്ലത് ചെയ്യുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമ്മൾ എന്നുള്ള ഒരു സാധനം ഇല്ല കേട്ടോ. കാരണം എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെടില്ല. കംപ്ലീറ്റ് മാൻ അല്ലെങ്കിൽ ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യൻ, ഏറ്റവും നല്ല വ്യക്തി, കംപ്ലീറ്റ് മാൻ ആരാണ് നമ്മുടെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും ഇഷ്ടമാണോ? എല്ലാവർക്കും ഇഷ്ടമാണോ? അല്ല. ശത്രുക്കൾ പോലും അക്സെപ്റ്റ് ചെയ്ത വ്യക്തിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണാറില്ലേ? എല്ലാവർക്കും ഇഷ്ടമാണോ? അല്ല. ഗൂഗിളിൽ പോയിട്ട് നമ്മൾ റോൾ മോഡൽ ആക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വ്യക്തിയെ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ കാണിക്കുക. ഏറ്റവും നല്ല വ്യക്തിനെ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാല്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടമല്ല. അപ്പോ നമ്മൾ എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മളുണ്ടാക്കാൻ നമ്മൾ കഷ്ടപ്പെടണ്ട. നമുക്ക് ഇഷ്ടമുള്ള നമ്മളുണ്ടോ? നമ്മുടെ പ്യുവറസ്റ്റ് സോൾ, നമ്മുടെ പ്യുവറസ്റ്റ് വേർഷൻ നമുക്കുണ്ടോ? ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു തെറ്റ് ചെയ്യുന്ന ഞാനായിട്ട് ഞാൻ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കില്ല. അതുപോലെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇല്ല. എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ഇല്ലാതെ ഞാൻ എൻ്റെ മാത്രം സെൽഫ് സന്തോഷിച്ച് ജീവിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. ഇല്ല. നമ്മുടെ മാക്സിമം നല്ലത് ചെയ്ത് നമ്മുടെ മാക്സിമം ഈ വേൾഡ് എക്സ്പ്ലോർ ചെയ്ത് മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ ആ ഒരു നമ്മുടെ മാക്സിമം പ്യുവറസ്റ്റ് വേർഷൻ നമ്മൾ ആക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് നമ്മുടെ ഈ 58 60 62 70 കിലോ ശരീരത്തിനകത്തുള്ള നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ആ നമുക്ക് വേണ്ടത് എന്താന്നുള്ളത് തിരിച്ചറിയുക. ആ നമ്മളെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒന്ന് അഴിച്ച് വാർത്ത് പണിതെടുക്കുക. റെഡിയാണോ? യെസ്. എല്ലാരും റെഡിയാണോ? ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ടെസ്റ്റ് പറഞ്ഞേ നോക്കട്ടെ. യെസ് ഇൻഷാല്ലാ. യെസ്. ഇൻഷാല്ലാ. ഓക്കെ. സോ അപ്പൊ ഇനി നമ്മുടെ സ്ഥലാക്കാട് പോസ്റ്റ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഡെയിലി ഓരോ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. ഡെയിലി ഉള്ള ആക്ടിവിറ്റീന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റിയാണ് സെൽഫ് ലവിന്റെ പാർട്ടായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫേസ് പാക്ക് ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 റക്അത്ത് അധികം നിസ്കരിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 ഗ്ലാസ് വെള്ളം കൂടുതൽ കുടിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു മീ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വല്ല ചായയോ കോഫിയോ എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനം ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം ഡെയിലി നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്കൗട്ടോ അല്ലെങ്കിൽ ജേർണലിങ്ങോ അതല്ലാന്നുണ്ടെങ്കിൽ രാവിലത്തെ മെഡിറ്റേഷനോ എന്തോ ആയിക്കോട്ടെ, വാട്ട് എവർ മേ ബി, അറ്റ്ലീസ്റ്റ് ഒരു കാര്യമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ നിങ്ങളുടെ വീക്കെൻഡിൽ നിങ്ങളുടെ ഒരു കൗണ്ട് ഉണ്ടായിരിക്കണം. 7 ദിവസത്തിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത 7 ബ്യൂട്ടിഫുൾ തിങ്സ് നിങ്ങൾക്ക് പിക്ക് ചെയ്യാനുണ്ടാവണം. ഓക്കെ. ഓരോ ദിവസം ഡിഫറെന്റ് ആയിട്ട് ഇന്ന് നിങ്ങൾ ചെയ്ത കാര്യത്തിൽ വെച്ചിട്ട് ആഡ് ഓൺ ആയിട്ട് പുതിയൊരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ മേലെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നമുക്ക് ഈ ലോകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണ്. അത് പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ടാവാം, നമ്മുടെ ശരീരത്തിൽ ടേക്ക് കെയർ ചെയ്തിട്ടാവാം, നിങ്ങളുടെ എന്താ പറയുക മൈൻഡിനെ ടേക്ക് കെയർ ചെയ്തിട്ടാവാം, എങ്ങനെ ആയിക്കോട്ടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മീഡിയം അല്ലെങ്കിൽ ഏറ്റവും നല്ല പൈസ മൂല്യമുള്ള സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സമയമാണ്. എത്ര സമയം സ്ക്രോൾ ചെയ്ത് നശിപ്പിക്കണില്ലേ? കുറച്ച് സമയമെങ്കിലും നമുക്ക് നമ്മുടെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയം എടുത്തു വെച്ചൂടെ? കുറച്ച് മതി. എല്ലാ ദിവസവും അങ്ങനെ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ ജീവിച്ചു എന്നുള്ളൊരു തോട്ടെങ്കിലും നമുക്കുണ്ടാവും. ശരിയാണ്, ഞാൻ കുറച്ചു കാലം വർത്തായിട്ട് ജീവിച്ചു, എന്നിട്ടാണ് ഞാൻ ഈ ലോകത്തുനിന്ന് മരിച്ചു പോണ്. എൻ്റെ ഒരു ഏജ് പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ 33 വയസ്സ് കഴിഞ്ഞ്. ഈ ഒരു ഏജിൽ നിന്ന് ഞാനിനി ഒരു 33 കൊല്ലം ജീവിക്കുന്ന എനിക്ക് വല്ല തോട്ടം ഉണ്ടാവും? എനിക്കില്ല. ഈ 33 കൊല്ലത്തിനകത്ത് ഞാൻ വർത്തായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ മൊത്തത്തിലുള്ള വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പറയാണ്ടാവുക ചിലപ്പോൾ 4 5 കൊല്ലം ഇരിക്കാം. അതുപോലെ നേരെ ചൊവ്വേ ഉണ്ടാവൂല.
ഒരു ബ്യൂട്ടിഫുൾ കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പോലും അറിയാതെ ഞാൻ ജീവിച്ച കാലഘട്ടം. അതായത് എൻ്റെ ഉപ്പ ജീവിച്ചിരിക്കുന്ന സമയം, അല്ലെങ്കിൽ ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയം, അതൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ അറിയാണ്ട് ചെയ്ത കാര്യങ്ങളാ. ഞാൻ എൻ്റെ ഈ ലോകം എക്സ്പ്ലോർ ചെയ്യാണ് എന്ന് കരുതിയിട്ട് ചെയ്ത കാര്യങ്ങളല്ല. ഡേ ടു ഡേ കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്നു. നേരം വെളുക്കണ വൈകുന്നേരം ആവണ, അതിൻ്റെ ഇടയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യണ്, ജീവിച്ചു പോരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ജീവിച്ചത്, അതേപോലെ ജീവിച്ചാൽ മതിയോ? ഇനി അങ്ങോട്ടേക്കുള്ള നമ്മുടെ ഓരോ ദിവസവും എണ്ണപ്പെട്ടതാണ് അല്ലെ. ഒരു ദിവസം നമുക്ക് കിട്ടിയാൽ ആ ഒരു ദിവസം കിട്ടി, അൽഹംദുലില്ലാ. ഒരു മണിക്കൂർ കിട്ടിയാൽ ആ ഒരു മണിക്കൂർ കിട്ടി, അൽഹംദുലില്ലാ. ഈ ഒരു മണിക്കൂറിനകത്ത് നമ്മൾ നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു മണിക്കൂർ നമ്മൾ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ധാരണ വേണ്ടേ? വേണോ വേണ്ടേ? വേണ്ടേ? വേണ്ടേ മനാല? എനക്ക് വേണ്ടേ ആ ഒരു ധാരണ? അറ്റ്ലീസ്റ്റ് നമ്മൾക്ക് ഇത്രയും സമയം നമ്മൾ ഈ ഭൂമിയിൽ അലൈവ് ആയിട്ട് ഇരുന്നിട്ടുണ്ട് എന്നൊരു തിരിച്ചറിവ് നമുക്ക് വേണ്ടേ? ഇവിടെ ഒരു എക്സിസ്റ്റൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നൊരു തിരിച്ചറിവ് നമുക്ക് വേണ്ടേ? നമ്മളൊക്കെ ഈ 10-30 ഇതിനകത്ത് ഒരു എന്തായാലും ഒരു 30 വയസ്സിന്റെ അടുത്ത് ഏറെക്കുറെ ഉള്ള ആൾക്കാരല്ലേ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. ഈ 30 വയസ്സ് വരെ നിങ്ങൾ 30 കൊല്ലം ഈ ലോകത്ത് നിങ്ങൾ ജീവിച്ചിരുന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തില്, ജീവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു റിയലൈസേഷൻ നിങ്ങൾക്കൊക്കെ കിട്ടുന്നുണ്ടോ? എനിക്ക് മാത്രമാണോ കിട്ടാത്തത്? നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഈ 30 കൊല്ലം നിങ്ങൾ ഈ ലോകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള തോട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല. പിന്നെങ്കിലും നമുക്ക് ആ തോട്ട് വേണ്ടേ? തീർച്ചയായിട്ടും. അപ്പോ റെഡി ആവാ, പ്രിപ്പയർഡ് ആവാ. അതാത് കാര്യങ്ങൾക്ക് വേണ്ടുന്ന മറ്റേ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കിട്ടും. വാട്ടറിന്റെ കാര്യത്തിലായിക്കോട്ടെ, രാവിലെ 6 മണിക്കുള്ള വർക്കൗട്ട്, അതുപോലെ ജേർണലിങ് കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഗ്രൂപ്പിനകത്ത് കിട്ടും. കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും അറ്റൻഡ് ചെയ്യുക. ആൻഡ് വൈകുന്നേരം ആകുമ്പോഴേക്കും നിങ്ങളുടെ സെലാർ റിപ്പോർട്ടിൻ്റെ കൂടെ അത് നിങ്ങൾ കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യും. ഈ പറഞ്ഞ മൊത്തം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ആകപ്പാടെ വേണ്ടി ഒരു 1 അവറിൻ്റെ അടുത്താണ്. അത് നിങ്ങളുടെ വർക്കൗട്ട് ഹെൽത്തിന് ഫോക്കസ് ചെയ്യാനായിട്ടും മൈൻഡിന് ഫോക്കസ് ചെയ്യാനായിട്ടും ഈ പറഞ്ഞ ജേർണൽ എഴുതാനായിട്ടും എല്ലാത്തിനും പാടെ ആകപ്പാടെ ആവശ്യം വരും അത്രയും കാര്യങ്ങൾ. സോ അത് നിങ്ങൾ മാറ്റി വയ്ക്കുക കേട്ടോ. അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനായിട്ടില്ല. ഒരു ദിവസം 5 മിനിറ്റ് വൈകി കൂട്ടാൻ കൂട്ടി ചോറ് വെച്ചു, അല്ലെങ്കിൽ ഒരു കറി കൂട്ടാൻ കൂട്ടി ചോറ് വെച്ചു എന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കില്ല. നമ്മൾ ഇന്ന് കറി ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ കൂടെ, നമുക്ക് ഇന്ന് കറിക്ക് അറിയാൻ സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നാളെ കറിക്ക് അറിയാൻ കുട്ടികളോ അല്ലെങ്കിൽ കെട്ടിയോനോ ആരെങ്കിലും സമയം ഉണ്ടാക്കിയിട്ട് നമ്മുടെ കൂടെ വരും. കാരണം അവർക്ക് നിർബന്ധമാണല്ലോ ഉപ്പേരും പൊരിച്ചതൊക്കെ. അപ്പൊ ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും. നിർബന്ധമുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. കാരണം നമ്മുടെ ഹോൾ ലൈഫ് എന്ന് പറയുന്നത് ചോറും കൂട്ടാനും ഉണ്ടാക്കിയിട്ട് കളയാൻ വേണ്ടി മാത്രമുള്ളതല്ല. അറ്റ്ലീസ്റ്റ് നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെങ്കിലും, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു പറമ്പിലെങ്കിലും, തൊട്ടടുത്തുള്ള ഒരു പുഴയെങ്കിലും ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് പോയി കാണണം. തൊട്ടടുത്തുള്ള ഒരു പാർക്കെങ്കിലും നമ്മൾ ഇടയ്ക്കൊന്ന് പോയി കാണണം. ഗവൺമെന്റ് ആശുപത്രി അല്ലെങ്കിൽ പ്രൈവറ്റ് ആശുപത്രി അല്ലാണ്ട് വേറെ എവിടേക്കെങ്കിലും ഒന്ന് ടൂർ പോകണം. ഈ ലോകം ഇങ്ങനെ വിശാലമായി കിടക്കുകയല്ലേ. കുട്ടിക്ക് വയ്യ, കുട്ടിനെയും കൊണ്ട് പുറത്തു പോകാം. നമ്മൾ എവിടെ പുറത്തു പോകുന്നേ? കുട്ടിക്ക് വയ്യ, കുട്ടിനെയും കൊണ്ട് പുറത്തു പോവാം ഹോസ്പിറ്റലിലേക്ക്. ഉമ്മാക്ക് വയ്യ, ഉമ്മാനെ കൊണ്ടാണ്. അല്ലെങ്കിൽ ഇളയച്ചിക്ക് വയ്യ, മൂത്തച്ചിക്ക് വയ്യ, ആരെങ്കിലൊക്കെ ആശുപത്രിയിൽ ഉണ്ടാവും, അവരെ കാണാൻ പോകണം. അല്ലെങ്കിൽ പ്രസവിച്ചിറക്കണം, അവരെ കുട്ടീനെ കാണാൻ പോകണേ. അല്ലെങ്കിൽ വല്ല കല്യാണങ്ങൾക്ക്. അതിനല്ലാണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും പടച്ച ഈ വിശാലമായ ലോകം എപ്പോഴെങ്കിലും പുറത്തിറങ്ങി കണ്ടിട്ടുണ്ടോ? ഞാൻ എൻ്റെ കൂടെ ഈ ലോകം ഒന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞിട്ട്. നിങ്ങളുടെ ഈ ബോഡിക്കകത്ത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുണ്ട്. അയാളെ നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യണ്ടേ? നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളാരാ? കെട്ടിയോൻ, കുട്ടികള്, അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടാവൂലേ? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാരാ വെച്ചാൽ എൻ്റെ കെട്ടിയോന്, കുട്ടികള്, അമ്മായിയുടെ മകന്, അല്ലെങ്കിൽ അമ്മായിയുടെ മോള്, മൂത്തമ്മാന്റെ മോള്, എൻ്റെ ഏടത്തിയുടെ കുട്ടി. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ആൾക്കാരുണ്ടാവും പറയാം. അല്ലെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും പറയാൻ. ഇതിനൊക്കെ മേലെ നമ്മുടെ ഈ കാണുന്ന ശരീരത്തിന്റെ ഉള്ളിൽ ഒരാളുണ്ട്. അയാളല്ലേ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാള്. അയാളെ നമ്മൾ ഫീഡ് ചെയ്യണ്ടേ? അയാളെ തൃപ്തിപ്പെടുത്തണ്ടേ? അയാൾക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കി കൊടുക്കണ്ടേ? അയാൾക്ക് സമാധാനം കൊടുക്കണ്ടേ? ഇത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ? അല്ലേ? ആണോ? കെട്ടിയവനെ സന്തോഷിപ്പിക്കുന്നതിനേക്കാളും മുന്നേ സന്തോഷിപ്പിക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിലുള്ള ആളിനല്ലേ? അതല്ലാന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? നമുക്ക് ഈ സ്ട്രെസ്സും ആങ്സൈറ്റിയും നിരാശാബോധവും ഒക്കെ കേറി നമുക്ക് വല്ല സ്ട്രോക്കോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ സൈഡാവും. അപ്പൊ ആരുടെങ്കിലും എന്തെങ്കിലും കാര്യം നടക്കാതെ പോവോ?
എന്റെ ഭാര്യ നമ്മളെ പാരലൈസ് ഏതെങ്കിലും ഒരു കെട്ടിയോൻ എന്റെ ഭാര്യ പാരലൈസ് ആയിട്ട് കിടക്കാണ്. അതുകൊണ്ട് എന്റെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി തരാൻ ആളില്ല. അതുകൊണ്ട് ഞാൻ 4 ദിവസമായിട്ട് പട്ടിണിയാണെന്ന് പറഞ്ഞ ആരെങ്കിലും നിങ്ങൾ കണ്ടുക്കണോ? ഇല്ല. ഭാര്യ രാവിലെ മുതൽ ഓടുന്നത് എങ്ങോട്ടാ?